ഇതേ സമയം തങ്ങളുടേതായ പ്രണയ നിമിഷങ്ങളിലായിരുന്നു ദർശനും മാമിയും. ആരോ ഡോറടയ്ക്കുന്ന ശബ്ദം കേട്ട് ചെയറിൽ തൻ്റെ മടിയിലായി ഇരുത്തിയിരുന്ന ആമിയിൽ നിന്നും തൻ്റെ അധരങ്ങൾ അകറ്റുമാറ്റി ഡോറിൻ്റെ വശത്തേക്ക് തിരിഞ്ഞു നോക്കി ദർശൻ. അവൻ്റെ പ്രണയലാളനങ്ങളിൽ അലിഞ്ഞ് അതിൽ സ്വയം മറന്നലിഞ്ഞു പോയ ആമി ഇതൊന്നും അറിഞ്ഞതേയില്ല. എന്താ ദർശേട്ടാ? നെഞ്ചിലായി ഒന്ന് കൈവച്ച് തൻ്റെ ശ്വാസഗതി നേരെയാക്കിക്കൊണ്ട് ആമി ചോദിച്ചു. ആരോ വാതിലടയ്ക്കുന്നത് പോലെ ഒച്ച കേട്ടു. വാതിലിലേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ട് ദർശൻ പറഞ്ഞു, ദൈവമേ, അച്ഛനെങ്ങാനായിരിക്കോ? പേടിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റ അതേ വേഗതയിൽ തന്നെ അവൻ അവളെ വലിച്ച് തൻ്റെ മടിയിലേക്ക് പിന്നെയും ഇരുത്തി. അവിടെ ഇരിക്കു പെണ്ണെ, അച്ഛൻ അങ്ങനെ അനുവാദം ചോദിക്കാതെയൊന്നും കയറി വരത്തൊന്നുമില്ല. എനിക്ക് തോന്നിയതാകും. പിന്നെ തോന്നിയത് അച്ഛനും മാത്യു അങ്കിളും ഒന്നും അനുവാദം ചോദിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും അവർ ഇതുവരെ അനുവാദം ചോദിക്കാതെ മുറിയിലേക്ക് കയറിയിട്ടില്ല. പിന്നെയും വല്ലപ്പോഴും ഓടി വന്ന് കയറുന്നത് നിഖിലാണ്. 2 ദിവസമായി സൈറ്റിൽ നല്ല ഡ്യൂട്ടിയിലാണ്. അതുകൊണ്ട് അവൻ ഈ വഴിക്കൊന്നും വരാനുള്ള സാധ്യത ഒന്നുമില്ല. ഇനി ഇവരൊന്നുമല്ലെങ്കിലും വേറെയും സ്റ്റാഫ് ആരെങ്കിലും അനുവാദം ചോദിച്ചിട്ട് വന്നാലും നമ്മൾ 2 പേരും ഏത് സമയവും ഇങ്ങനെ മുറിയിൽ കയറിയിരിക്കുന്നത് മോശമാണ് ദർശേട്ടാ. എൻ്റെ ഓഫീസ്, എൻ്റെ ഭാര്യ, എൻ്റെ റൂം. ആരാ ചോദിക്കാൻ വരുന്നതെന്ന് ഒന്ന് കാണണല്ലോ. പിന്നെയും എഴുന്നേൽക്കാനായി ശ്രമിച്ചവളെ കൈ രണ്ടും പിടിച്ചു വെച്ചുകൊണ്ട് അമർത്തിയിരുത്തി അവൻ പറഞ്ഞു, എൻ്റെ മനുഷ്യ, ഇവിടെയുള്ള എല്ലാവർക്കും അറിയില്ലല്ലോ നമ്മൾ ഭാര്യയും ഭർത്താവുമാണെന്ന്. എന്തിനാ ചുമ്മാ അവരെ കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ പറയിപ്പിക്കുന്നത്? 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി വിവാഹം കഴിക്കാലോ. പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. അവൻ്റെ മൂക്കിലായി പിടിച്ചൊന്ന് അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് വേറെ ഇത് വേറെ. കട്ട് തിന്നുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഞാനും അതൊന്ന് ആസ്വദിക്കേണ്ടേടി. അയ്യടാ, മതി ആസ്വദിച്ചത്. ഞാൻ പോകുക, എനിക്ക് വർക്കുണ്ട്. പറഞ്ഞ സമയത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ കമ്പനി നഷ്ടത്തിലാകും. അക്കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. നീ വർക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും കമ്പനിക്ക് ലാഭം. തല ചൊറിഞ്ഞുകൊണ്ട് അവൾ കേൾക്കേണ്ടാത്തതുപോലെ അവൻ പതുക്കെ പറഞ്ഞു. കളിയാക്കുന്നു? നെഞ്ചിലും വയറിലും ആകെയൊന്ന് പിച്ചിക്കൊണ്ട് അവൾ ദേഷ്യം തീർത്തു. ദേ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പോഴൊന്നും ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് മോള് വിചാരിക്കേണ്ടാട്ടോ. ഇല്ല കാർത്തു, ഞാൻ സമയം ചെലവഴിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതൊന്നുമല്ല. ശരിക്കും അവൻ തിരക്കിലാണെന്നേ. വേണ്ട വേണ്ട, നിഖിലേട്ടൻ കൂടുതലായിട്ട് ഒന്നും പറയണ്ട. ചുമ്മാ കളിക്കാതെ അങ്ങ് മാറി നിന്നേ. ദേ, എൻ്റെ കയ്യിലിരിക്കുന്നത് സ്റ്റാഫുകൾക്ക് കൊടുക്കാനുള്ള സാലറിയുടെ ഡീറ്റെയിൽസ് ആണ്. ഇത് ദർശേട്ടൻ സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ എനിക്ക് അപ്പച്ചൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ. ഓഫീസ് കാര്യങ്ങളിൽ അപ്പച്ചൻ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലെന്ന് നിഖിലേട്ടന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ. എടി പെണ്ണെ, അതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞ് നമുക്ക് വരാം. നിഖിലേട്ടൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി കോഫി കുടിച്ചോ. ഞാനെങ്ങും വരുന്നില്ല. ഞാൻ ദർശേട്ടനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവനോടൊരൽപ്പം ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് കാർത്തു ഡോറിനരികിലേക്ക് നടന്നു. ശരി ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഞാൻ തുറക്കാം ഡോറ്. ഈശ്വര, കാണാൻ പറ്റാത്ത കാഴ്ചയൊന്നും അവിടെ കാണരുതേ. മനസ്സാൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ വാതിലൊന്ന് പതുക്കെ മുട്ടി. അവൻ പതുക്കെ വാതിലൊന്ന് തുറന്നു. ഒരു കോൾ വന്നിട്ട് ദർശൻ എഴുന്നേറ്റ് ജനലിൻ്റെ വശത്തേക്ക് നടക്കുമ്പോഴാണ് നിഖിൽ ഡോർ തുറന്നത്. ആമി അവളുടെ ഫോണും ലാപ്പും എല്ലാം എടുത്ത് പോകാനായി തിരയുകയായിരുന്നു. മുന്നിലെ കാഴ്ച കണ്ട് നിഖിൽ നെഞ്ചിൽ കൈവച്ചൊന്ന് സമാധാനിച്ചു. അവന് പുറകെയായി കയറിയ കാർത്തു ദർശനൊപ്പം ആമിയെ കൂടി കണ്ടപ്പോൾ നിഖിൽ ഡോർ അടച്ചതിനുള്ള കാരണങ്ങൾ ഏതാണ്ടൊക്കെ ഊഹിച്ചെടുത്തു. കൈവിരൽ വെച്ച് ചുണ്ടിൽ ഊറി വന്ന ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. നീ എന്താ ഇവിടെ? നിഖിലിനെ ആ സമയത്ത് അവിടെ കണ്ട ദർശൻ സംശയത്തോടെ ചോദിച്ചു. ആ, ഞാൻ വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ. കുറച്ചു നേരം മുൻപ് കണ്ണിൽ കണ്ട കാഴ്ചയോർത്തുകൊണ്ട് നിഖിൽ പിറുപിറുത്തു. എന്തുവാടാ കിടന്ന് പിറുപിറുക്കുന്നത്? അവൻ പറഞ്ഞത് വ്യക്തമാവാതെ ദർശൻ ചോദിച്ചു. അതിനൊപ്പം തന്നെ ദർശൻ തിരിച്ചു വന്ന് ചെയറിലേക്കിരുന്നു. നിഖിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് ചെവിക്കരികിലേക്കായി കുമ്പിട്ട് നിന്നു. അതെ, ലോക അലവലാതിയായി നിന്റെ അടുത്തുനിന്ന് വലിയ മാന്യമായ പെരുമാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും വാതിലടച്ച് കുറ്റിയിട്ട് കാര്യപരിപാടികൾ നടത്തിയാൽ ഞാൻ കണ്ട കാഴ്ച വേറെ ആരും കാണില്ല, മനസ്സിലായോ? അവനെല്ലാം കണ്ടത് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെ ദർശനോട് പറയാതെ പറഞ്ഞു കൊടുത്തു. നിഖിലൊന്ന് നിവരാനായി ആഞ്ഞതും അതേ വേഗതയിൽ തന്നെ ദർശൻ അവനെ കൈകൊണ്ട് നിൽക്കാൻ കാണിച്ചു. നീ ഇപ്പോൾ കണ്ട കാഴ്ചയേക്കാൾ വലിയ കാഴ്ചയാണ് ദോ ആ നിൽക്കുന്നവളുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്.
അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞപ്പോൾ കാർത്തുവിനെ ഞാൻ ആമിയുടെയൊക്കെ മുറിയിൽ നിന്ന് മാറ്റിയത്. നിഖിൽ ദർശനെ ഒന്ന് കണ്ണുമിഴിച്ചു നോക്കി. അവൻ അതേ എന്ന ഭാവത്തിൽ തലകുലുക്കി. അതുകൊണ്ട് പരസ്പരം ഒരു ധാരണയിൽ പോയാൽ നമുക്ക് രണ്ടുപേർക്കും പൊളിക്കാം. അതെ അതെ, ഞാൻ അയാളോട് പോയി അങ്ങനെ തന്നെ പറയാം. നീ പറഞ്ഞത് തന്നെയാണ് ശരി. കുമ്പിട്ട് നിന്നിടത്ത് നിന്നും നിവർന്ന് ദർശൻ പറയുന്നതെല്ലാം ശരിയാണെന്ന രീതിയിൽ അവൻ്റെ തോളിൽ തട്ടി സമ്മതിച്ചുകൊണ്ട് ചമ്മൽ മറയ്ക്കാനായി ചിരിയോടെ നിഖിൽ പറഞ്ഞു. ഞങ്ങൾ ഈ സൈറ്റിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അതെ അതെ, എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ദർശൻ പറഞ്ഞു. ദർശേട്ടാ. ദർശന്റെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ആമി അവനെ നോക്കി ടേബിളിലേക്ക് കണ്ണുകൊണ്ട് കാണിച്ചു. കാര്യം മനസ്സിലാവാതെ ദർശനം തിരിച്ച് അവളോട് കണ്ണുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു. ഗിഫ്റ്റ് ഗിഫ്റ്റ്. ഓഹ്, കാര്യം മനസ്സിലായതുപോലെ അവൻ തലയാട്ടി. കാർത്തു, കയ്യിലിരിക്കുന്ന പേപ്പർ ടേബിളിലേക്ക് വെച്ചിട്ട് രണ്ടുപേരും കൂടി ഒന്ന് ചേർന്ന് നിന്നേ. ടേബിളിൽ നിന്നും 1-2 എൻവലപ്പ് എടുത്ത് പിടിച്ചുകൊണ്ട് ദർശൻ പറഞ്ഞു. ചേട്ടാ, ഇത് സ്റ്റാഫിന് കൊടുക്കാനുള്ള സാലറിയുടെ ലിസ്റ്റാണ്. ദർശനെ ഇതൊന്ന് സൈൻ ചെയ്ത് തരണം. അതൊക്കെ ഞാൻ ചെയ്തു തരാൻ കൊച്ചേ, നീ ആദ്യം അവിടെ പോയി നിൽക്ക്. ദർശൻ പറഞ്ഞതുപോലെ പേപ്പർ ടേബിളിൽ വെച്ച് കാർത്തു നിഖിലിനരികിലായി പോയി നിന്നു. കാര്യം എന്താണെന്ന് അവൾ നിഖിലിനോട് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് നീ ആമിയുടെ ചേച്ചിയല്ലേ? അപ്പോൾ സ്ഥാനം വെച്ച് നമ്മൾ രണ്ടുപേരും ഇവർക്ക് ചേട്ടനും ചേച്ചിയുമാണ്. ചിലപ്പോൾ കല്യാണത്തിന് മുൻപ് നമ്മളുടെ അനുഗ്രഹം വാങ്ങാനായിരിക്കും, നിഖിൽ തൻ്റെ ഊഹം പറഞ്ഞു. ആത്മസുഹൃത്തിൻ്റെ കല്യാണത്തിന് 10 പൈസയുടെ സമ്മാനം പോലും വാങ്ങിക്കൊടുക്കാത്ത അറുപിശുക്കനാണ് ഞാൻ. ഇന്ന് ഇവിടെ ആരൊക്കെയോ പറഞ്ഞു നടക്കുന്നത് കേട്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊന്ന് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. നിഖിലിനെ നോക്കിയൊന്ന് കുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. നീ ആ കയ്യൊന്ന് നീട്ടിക്കേ. ഇടയ്ക്ക് ഞങ്ങളുടെ പ്രശ്നം കയറി വന്നതുകൊണ്ട് നിങ്ങളുടെ ഹണിമൂൺ യാത്രയൊന്നും അത്ര കാര്യമായി നടന്നിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മക്കൾ രണ്ടുപേരും കൂടി ഒന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇവിടെ എത്തിയാൽ മതി. 2 ആഴ്ചത്തേക്ക് ഒരു യൂറോപ്യൻ ട്രിപ്പ്. നിഖിൽ നീട്ടിയ കയ്യിലേക്ക് ഒരു എൻവലപ്പ് വെച്ച് കൊടുത്തുകൊണ്ട് ദർശൻ പറഞ്ഞു. കാർത്തു അത്ഭുതവും സന്തോഷവും ഒരുമിച്ച് മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നിഖിലിനെയും ദർശനെയും മാറി മാറി നോക്കി. നിഖിൽ പിന്നെ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഒരു നിൽപ്പാണ് നിന്നത്. എന്നാലും കാര്യം കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി അവൻ ദർശനെ സമ്മാനിച്ചു. ഇനി കാർത്തുമോളൊന്ന് കൈ നീട്ടിക്കേ. പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും ഇപ്പോഴും ഇവനെ വർക്ക് സൈറ്റിൽ മാത്രം ഒതുക്കി കൂട്ടിയതിൽ നിന്റെ മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഈ വിവാഹത്തോടെ അതിനുമൊരു പരിഹാരമായിക്കോട്ടെ. നമ്മൾ ചെന്നൈയിൽ തുടങ്ങുന്ന ബ്രാഞ്ചിൽ ഇവനെ മാനേജറായി അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററാണിത്. കാർത്തുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ദർശൻ പറഞ്ഞു. എടാ ദുഷ്ടാ, കാലമാടാ, ഹണിമൂണൊക്കെ അയച്ച് ഞങ്ങളെ സോപ്പിട്ട് നൈസായിട്ട് ഞങ്ങളെ തമ്മിൽ പിരിക്കാമെന്ന് വിചാരിച്ചോ? നടക്കില്ല മോനെ. ആദ്യത്തെ കാര്യത്തിൽ നിഖിൽ പ്രതീക്ഷിച്ചതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ റിയാക്ഷൻ കണ്ട് ദർശന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നാൽ ഈ കാര്യത്തിൽ അവന് സന്തോഷമാകുമെന്ന് പ്രതീക്ഷിച്ച ദർശൻ അവൻ്റെ നാവിൽ നിന്നും വന്ന വികട സരസ്വതി കേട്ട് കണ്ണുമിഴിച്ച് നിഖിലിനെ നോക്കി. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? പിന്നെ പറയാതെ, കല്യാണം കഴിഞ്ഞ് 1 മാസം പോലും തികയാത്ത യുവമിഥുനകളെ പിരിക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നടാ? ഒന്നില്ലെങ്കിലും 2 ആഴ്ച കഴിയുമ്പോൾ നിന്റെയും വിവാഹമല്ലേ? എൻ്റെ നിഖിലേട്ടാ, ഇങ്ങനെ കാള പെറ്റു എന്ന് പറയുമ്പോൾ തന്നെ കയറെടുക്കാതെ. ഈ കാള പെറുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കയറെടുക്കും. ദർശനെ ദേഷ്യത്തിൽ നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് നിഖിൽ പറഞ്ഞു. കാർത്തു ചേച്ചിയുടെ കയ്യിലേക്ക് 2 എൻവലപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നിഖിലേട്ടൻ്റെയും ഒന്ന് കാർത്തു ചേച്ചിക്കും. നിഖിൽ സംശയത്തോടെ ദർശനെ നോക്കി. അതേടാ, നിന്നെ അവിടെ മാനേജറും ഇവളെ അക്കൗണ്ട് സെക്ഷനിലേക്കുമാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നിഖിൽ ചമ്മലോടെ തല താഴ്ത്തി. എന്നാലും ഞാൻ പ്രസവിക്കുന്ന കാളയാണെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേടാ? ദർശൻ സങ്കടത്തോടെ പറഞ്ഞതും നിഖിൽ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ഭാര്യയും ഭർത്താവും പരസ്പരം ആശ്വസിപ്പിക്കുന്നത് പോലെ 2 പേരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് പെണ്ണുങ്ങൾ 2 പേരും ചിരിച്ചു പോയി.